ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൺഷൈൻ പോളിക്ലിനിക്, ആനവിഴുങ്ങി സെന്റർ, വലപ്പാട്. നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ചേർപ്പ് അവണിശ്ശേരിയിൽ അച്ഛനെയും അമ്മയെയും മകൻ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രഭൂമി അന്യാധീനപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ ലോകമെമ്പാടുമുള്ള ദേവീ ഭക്തരെ അണിനിരത്തി പ്രക്ഷോഭം നടത്തുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല. വൃക്കരോഗികൾ സമൂഹത്തിൽ ഏറ്റവും വേദന അനുഭവിക്കുന്നവരാണെന്നും അവരെ സഹായിക്കുന്നത് ദൈവികമായി പുണ്യകർമ്മമായി മാത്രമേ കാണാൻ കഴിയൂ എന്നും TN പ്രതാപൻ MP. വാർത്തകൾ വിശദമായി. ചേർപ്പ് അവണിശ്ശേരിയിൽ മകൻ അച്ഛനെയും അമ്മയെയും തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. കറുത്തെടുത്ത രാമകൃഷ്ണൻ, ഭാര്യ തങ്കമണി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മകൻ പ്രദീപാണ് ഇരുമ്പ് കമ്പി കൊണ്ട് ഇരുവരെയും ആക്രമിച്ചത്. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയാണ് സംഭവം. സ്ഥിരമായി മദ്യപിച്ചെത്തുന്ന മകൻ പ്രദീപ് അച്ഛൻ രാമകൃഷ്ണനെയും അമ്മ തങ്കമണിയെയും ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രദീപ് 2 പേരുടെയും തലയിലും കഴുത്തിലും അടിച്ചു. പരിക്കേറ്റ ഇരുവരെയും ആദ്യം തൃശൂർ ജനറൽ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി തന്നെ അച്ഛൻ രാമകൃഷ്ണൻ മരണമടഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് തങ്കമണി മരിച്ചത്. സ്വത്ത് തർക്കമാണ് അക്രമത്തിന് കാരണമെന്നാണ് സൂചന. പ്രദീപ് സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ പ്രശ്നമുണ്ടാക്കാറുണ്ട്. ചൊവ്വാഴ്ച രാത്രിയും മദ്യപിച്ചെത്തിയ പ്രദീപ് മാതാപിതാക്കളുമായി സ്വത്ത് സംബന്ധിച്ച് വാക്കുതർക്കമുണ്ടായി. ഇതിനെ തുടർന്നാണ് കൊലപാതകമുണ്ടായത്. ഇയാളെ നെടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രഭൂമി അന്യാധീനപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ ലോകമെമ്പാടുമുള്ള ദേവീ ഭക്തരെ അണിനിരത്തി പ്രക്ഷോഭം നടത്തുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല പറഞ്ഞു. പരിശ്രമം എടുത്ത ദേവസ്വം ബോർഡുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂരിന്റെ വിഷയം കൊടുങ്ങല്ലൂരിന്റെ പുറത്തുള്ള ഒരാൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇവിടെ മുസിരിസിന്റെ പേര് പറഞ്ഞാണ് എന്ന മാറ്റമേ ഉള്ളൂ. പല സ്ഥലങ്ങളിലും അത് പെട്രോൾ പമ്പിന്റെ പേരില് അങ്ങനെ പല പല പേരുകളിലാണ് കണ്ണായ ഭാഗത്തുള്ള ഭൂമി അന്യാധീനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്തൊക്കെയോ വികസന പ്രവർത്തനങ്ങൾ, ഒരു പക്ഷേ പറഞ്ഞ പോലെ മ്യൂസിയം അടക്കമുള്ള ചില വികസന പ്രവർത്തനങ്ങൾ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ നടത്തുന്നു എന്നുള്ളതാണ്. കൊറോണയുടെ നിബന്ധനകളും നിയന്ത്രണങ്ങളും ഉണ്ടായിട്ട് പോലും വാശി പിടിച്ച് അമ്മയുടെ തിരുനടയിലേക്ക് ഭക്തി എന്ന ആവേശം മാത്രം കൈമുതലാക്കി പാഞ്ഞെടുത്ത് വരുന്ന കോമരക്കൂട്ടങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടെങ്കിലേ ഞങ്ങൾ വരൂ എന്നുള്ളത്? ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അമ്മയുടെ തിരുനടയിൽ വന്നൊന്ന് ദർശനം നടത്താൻ, ആ പ്രസാദം ഒന്ന് തിരുനെറ്റിയിൽ ചാർത്താൻ ആഗ്രഹിച്ചു വരുന്ന ഭക്തജന ലക്ഷങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മ്യൂസിയം വേണമെന്നുള്ളത്? ജീവരക്തം ദേവിക്ക് സമർപ്പിക്കുന്ന പാരമ്പര്യമുള്ള ഭക്തർ ക്ഷേത്രഭൂമി അന്യാധീനപ്പെടുത്താൻ അനുവദിക്കില്ല. മുസിരിസ് കമ്പനിയുമായി ദേവസ്വം ബോർഡ് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉടൻ റദ്ദാക്കണം. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഊട്ടുപുരയും സ്ട്രോങ് റൂമും മുസിരിസ് കമ്പനിക്ക് പണയപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ ക്ഷേത്ര രക്ഷാവേദി നടത്തിയ നവദിന നാമജപയജ്ഞത്തിന്റെ സമാപന ദിവസമായ ഇന്ന് ഭക്തരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഭക്തജന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന ഹൈന്ദവ സാമുദായിക സംഘടനകളുടെ വനിതാ ഭാരവാഹികളെ KP ശശികല ഷാൾ അണിയിച്ചു. ക്ഷേത്ര രക്ഷാവേദി ചെയർമാൻ മേജർ ജനറൽ ഡോക്ടർ P വിവേകാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ CM ശശീന്ദ്രൻ, ജോയിന്റ് കൺവീനർ രാജേഷ് പെരിഞ്ഞനം എന്നിവർ സംസാരിച്ചു. വൃക്കരോഗികൾ സമൂഹത്തിൽ ഏറ്റവും വേദന അനുഭവിക്കുന്നവരാണെന്നും അവരെ സഹായിക്കുന്നത് ദൈവികമായി പുണ്യകർമ്മമായി മാത്രമേ കാണാൻ കഴിയൂ എന്നും TN പ്രതാപൻ MP അഭിപ്രായപ്പെട്ടു. എടമുട്ടം ആൽഫ പാലിയേറ്റീവ് കെയർ ഡയാലിസിസ് സെന്ററിൽ പുതിയ 2 ഡയാലിസിസ് മെഷീനുകളുടെ സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. നമുക്ക് നമ്മുടേത് എന്ന് പറയുന്നവർ പരിമിതമാണ്. ഈ ഒരു സാമൂഹിക ചുറ്റുപാടിലാണ് ആൽഫയിലൂടെ നൽകുന്ന സേവനത്തിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. സുഖമെന്ന് പറയുന്നതിന് അർത്ഥം
ഓരോരുത്തർക്കും ഓരോ തലത്തിലാണ്. പക്ഷെ മനസ്സിൻ്റെ സുഖം എന്ന് പറയുന്നതിന് എല്ലാവർക്കും അർത്ഥം ഒന്നാണ്. ഒരു മനസ്സിൻ്റെ സുഖത്തോടു കൂടി മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നിശ്ചിതമായ ഒരു പ്രകൃതിയുടെയും ദൈവത്തിൻ്റെയും നിശ്ചിതമായ ഒരു സമയത്ത് നമ്മളെല്ലാവരും സ്വാഭാവികമായും ഈ ഭൗതിക ജീവിതത്തോട് യാത്ര പറയും. പക്ഷെ ഒരു സുഖമായ മരണം എന്നൊരു മനുഷ്യനെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? സുഖമായ മരണം. ഒരിക്കലും സുഖമായ മരണം ഉണ്ടായി മതി. സുഖമായ മരണം എന്ന് പറയുമ്പോൾ മനസ്സിനൊരു സുഖം കിട്ടുന്ന മരണമാണ്. ആ മനസ്സിന് സുഖം കിട്ടുന്ന മരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൂടെ ജീവിക്കുന്ന സഹജീവികളുടെ സങ്കടങ്ങളിൽ, ആപത്തുകളിൽ, ആപലാതികളിൽ, അവൻ്റെ വേദനയിൽ ഹൃദയം കൊണ്ട് ഒരു കയ്യൊപ്പ് ചേർക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. അവരെ അങ്ങനെ ഹൃദയം കൊണ്ട് ആപത്തുകളിലും സങ്കടങ്ങളിലും വേദനകളിലും ഹൃദയം കൊണ്ട് കയ്യൊപ്പ് ചേർത്തുന്നവർ ഏറ്റവും നല്ല സുഖമരണത്തിന് ഭാഗ്യം ലഭിക്കുന്നവരാണ്. ആൽഫ 2 തരത്തിലാണ് അതിൻ്റെ സേവനം ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ നേരത്തെ പറഞ്ഞത് ഇതിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലായി ഇതിൻ്റെ ലിങ്ക് സെന്ററുകൾ, കേന്ദ്രീയ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിരവധി എത്ര പേരാണെന്നറിയോ ഇതിനു വേണ്ടി സമർപ്പണത്തോടുകൂടി ഒരു തരത്തിലുമുള്ള മെറ്റീരിയൽ ബെനിഫിറ്റിനകത്ത് ഭൗതിക സഹായങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചു. സമൂഹത്തിൽ സാമ്പത്തികമായി അനുഗ്രഹങ്ങൾ ലഭിച്ചവർ ഇക്കാര്യം മനസ്സിലാക്കി മുന്നോട്ട് വന്നാൽ വലിയ സാമൂഹ്യ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയുമെന്നതിന്റെ വലിയ ഉദാഹരണമാണ് ഡയാലിസിസ് മെഷീനുകളുടെ കൈമാറ്റമെന്നും അദ്ദേഹം പറഞ്ഞു. രാവിലെ ആൽഫ ഡയാലിസിസ് സെന്ററിൽ നടന്ന ചടങ്ങിൽ പുതിയ 2 മെഷീനുകൾ നാടമുറിച്ച് TN പ്രതാപൻ MP സമർപ്പണം നടത്തി. ഡയാലിസിസ് മെഷീനുകൾ സ്പോൺസർമാരായ നോർക്ക റൂട്ട്സ് ഡയറക്ടർ CB റപ്പായി, ഷേർലി റപ്പായി, ദുബായ് കൊച്ചിൻ എംപയർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് അശോക് പിള്ള, ചാർട്ടർ പ്രസിഡന്റ് ഡേവിസ് വർഗീസ് എന്നിവർ ചേർന്ന് കൈമാറി. ജലശുദ്ധീകരണ പ്ലാന്റ് കൊച്ചിൻ എംപയർ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ കൈമാറി. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. 2005 മെയ് മുതൽ 2021 ജൂലൈ 31 വരെയുള്ള കാലയളവിൽ 40,468 പേർക്ക് വീട്ടിൽ പോയി പരിചരണം നൽകി. അതിൽ 1000 പേരെങ്കിലും ഇവിടെ കിടത്തി ചികിത്സാക്കിയിട്ടുണ്ട്. അതുകൂടാതെയാണ് ഡയാലിസിസ് സേവനം. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BD ഷിനിത മുഖ്യാതിഥിയായിരുന്നു. ആൽഫ പാലിയേറ്റീവ് കെയർ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗം മണി ഉണ്ണികൃഷ്ണൻ, നാബിയോ ഷിപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർമാരായ സുനിൽ K ബാലൻ, സുനിൽ മീരാസ, ആൽഫ ട്രസ്റ്റി രവി കണ്ണമ്പിള്ളിൽ, ഗവേണിംഗ് കൌൺസിലിനെ പ്രതിനിധീകരിച്ച് KA ഖദീജ B, ആൽഫ പാലിയേറ്റീവ് കെയർ ഡയാലിസിസ് സെന്റർ എക്സിക്യൂട്ടീവ് കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PF ജോയ്, സെക്രട്ടറി PK ജയരാജൻ എന്നിവർ സംസാരിച്ചു. ഗവേണിംഗ് കൌൺസിൽ അംഗങ്ങൾ, ഹോസ്പീസ്, ലിങ്ക് സെന്റർ ഭാരവാഹികൾ, സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. KSRTC ഡിപ്പോകളിൽ ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ തുടങ്ങാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ മഹിളാ കോൺഗ്രസ് കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ സത്യാഗ്രഹം നടത്തി. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ സത്യാഗ്രഹം സ്ത്രീ കൂട്ടായ്മ നേതാവ് നെജു ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ചന്ദ്രിക ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. സുനില മോഹനൻ, കവിത മധു എന്നിവർ സംസാരിച്ചു. ബെന്നി ബെഹ്നാൻ MP നടപ്പിലാക്കുന്ന കൂടെയുണ്ട് MP എന്ന പദ്ധതിയുടെ ഭാഗമായി എടത്തിരുത്തി മണ്ഡലത്തിലെ വിദ്യാർത്ഥിക്ക് ഓൺലൈൻ പഠനത്തിനായി മൊബൈൽ ഫോൺ നൽകി. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി മോഹനൻ കാട്ടിക്കുളം ഉദ്ഘാടനം ചെയ്തു. ആ സന്ദർഭത്തിൽ ബഹുമാനനായ MP അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അവിടെ ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലെ മൊബൈൽ ഫോൺ എത്തിച്ചിടുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ വിദ്യാർത്ഥിക്ക് നൽകിക്കൊണ്ട് നടത്തുവാൻ പോവുകയാണ്. മണ്ഡലം പ്രസിഡന്റ് PP സലീം അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ മൊയ്തു ഹാജി മൊബൈൽ ഫോൺ കൈമാറി. മുൻ മണ്ഡലം പ്രസിഡന്റ് PK പ്രകാശൻ, ബൂത്ത് പ്രസിഡന്റ് സുജിത്ത്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സർവോത്തമൻ, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് നിയാസ്, ഷാനവാസ് പോക്കാക്കിലത്ത്, രജീഷ്, മുഹമ്മദ് റാഷിൻ, അക്കു എന്നിവർ നേതൃത്വം നൽകി. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ AMLP സ്കൂളിൽ ഡിജിറ്റൽ ലൈബ്രറി പ്രഖ്യാപനം നടത്തി. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം നമ്മൾ വിക്ടേഴ്സ് ചാനൽ വഴിയുള്ള വിദ്യാഭ്യാസം രീതി അവലംബിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ കുട്ടികൾക്ക് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് നമ്മുടെ SLCയിലും മറ്റും +2ൻ്റെയൊക്കെ റിസൾട്ടൊക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രം പോരാ, അതുകൊണ്ട് പൂർണ്ണത്തിലെത്താൻ കഴിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പാഠപുസ്തകം പോലെ തന്നെ കുട്ടികൾക്ക് ഓൺലൈൻ സൗകര്യത്തിൽ പഠനം നടത്തുന്നതിന് വേണ്ടി
സ്മാർട്ട് ഫോണുകളുടെ സൗകര്യം ഏർപ്പെടുത്തണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം ഗവൺമെൻറ് അത്തരം ഒരു സംവിധാനത്തിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ അത്തരം സംവിധാനം ഒരുക്കുമ്പോൾ ഗവൺമെൻറ് നിശ്ചയിച്ചിരുന്നത് മൂന്ന് സംവിധാനങ്ങളാണ് ഗവൺമെൻറ് പറഞ്ഞത്. സാധ്യതയുള്ളവരുടെ ഒരു വിഭാഗം, സാധ്യതയില്ലാത്തവരുടെ വേറൊരു വിഭാഗം, ലോൺ അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം. അങ്ങനെ 3 വിഭാഗമായിട്ടാണ് തിരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ് അധ്യക്ഷയായി. വലപ്പാട് AO KB ബീന ഡിജിറ്റൽ ലൈബ്രറി പ്രഖ്യാപനം നടത്തി. സ്കൂൾ മാനേജർ KK മോഹൻദാസ് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വിതരണം ചെയ്തു. അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, സെക്രട്ടറി രവീന്ദ്രൻ കോലാന്ത്ര, വാർഡ് മെമ്പർ ശൈലജ രവീന്ദ്രൻ, പ്രധാനാധ്യാപിക TG സുജാത, PJ കൃഷ്ണപ്രിയ എന്നിവർ സംസാരിച്ചു. തൃശൂർ പുത്തൂർ പഞ്ചായത്തിൽ വീശിയടിച്ച മിന്നൽ ചുഴലിക്കാറ്റിൽ കനത്ത നാശം. നിരവധി വീടുകൾ തകർന്നു, നൂറുകണക്കിന് മരങ്ങൾ വീണു. ഇന്ന് പുലർച്ചെ 4:45 കാറ്റ് വീശിയത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് സമീപം 3 കിലോമീറ്റർ ചുറ്റളവിലാണ് കാറ്റ് കനത്ത നാശം വിതച്ചത്. മലയോര മേഖലയായ മാഞ്ചേരിയിൽ 8 വീടുകളും തമ്പുരാട്ടി മൂലയിൽ 10 വീടുകളും തകർന്നു. പുത്തൂർ പഞ്ചായത്തിലെ 25 വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. പഞ്ചായത്തിലെ 2, 4 വാർഡുകളിലും 5, 14 വാർഡുകളിലുമാണ് നാശനഷ്ടം കൂടുതൽ. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഇവിടെ കാറ്റ് നാശം വിതച്ചിരുന്നു. തെങ്ങ്, തേക്ക്, റബ്ബർ ഉൾപ്പെടെ നൂറുകണക്കിന് മരങ്ങൾ വീണതായി നാട്ടുകാർ പറയുന്നു. 3000-ഓളം നേന്ത്രവാഴകളും നശിച്ചവയിൽപ്പെടും. കാറ്റിൽ പ്രദേശത്തെ നിരവധി വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. മേത്തലയിൽ നടത്തിയ ബയോഫ്ലോക്ക് മത്സ്യകൃഷി വിളവെടുത്തു. ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ബയോഫ്ലോക്ക് മത്സ്യകൃഷിയുടെ വിളവെടുപ്പാണ് ഇന്ന് നടന്നത്. മേത്തല കടുക്കച്ചുവടിന് സമീപം ഉണ്ണികൃഷ്ണൻ, സൗമ്യ ഉണ്ണികൃഷ്ണൻ ദമ്പതികൾ നേതൃത്വത്തിൽ 7.5 സെന്റ് സ്ഥലത്ത് 7ഓളം ടാങ്കുകളിലാണ് മത്സ്യങ്ങളെ വളർത്തിയത്. ചിത്ര ലാഡ ഇനത്തിൽപ്പെട്ട 6700 തിലോപ്പിയാണ് 4 മാസം കൊണ്ട് വിളവെടുത്തത്. അഡ്വക്കേറ്റ് BR സുനിൽകുമാർ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ MU ഷിനിജ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത ഉണ്ണികൃഷ്ണൻ, LC പോൾ, കൌൺസിലർമാരായ BM ജോണി, TS സജീവൻ, EJ ഹിമേഷ് എന്നിവർ സംസാരിച്ചു. കോർഡിനേറ്റർ സിമ്മി, അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ സ്വാതിക അച്ചു, രജിത ഉല്ലാസ്, രേഷ്മ രജിത്ത് എന്നിവർ പങ്കെടുത്തു. പടിഞ്ഞാറ് വെമ്പലൂർ പ്രവാസി സ്വയം സഹായ സംഘം നടത്തുന്ന പ്രവാസി ക്ഷേമനിധി ക്യാമ്പയിൻ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. എല്ലാ പ്രവാസികളെയും പ്രവാസി ക്ഷേമനിധിയിൽ അംഗങ്ങളാക്കുകയും ക്ഷേമ പെൻഷൻ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. പതിയാശ്ശേരി സെന്ററിൽ നടന്ന മെമ്പർഷിപ്പ് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അയൂബ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഓൺലൈനായി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K വിജയകുമാർ മുഖ്യാതിഥിയായിരുന്നു. ഹബീബ് റഹ്മാൻ, PK സലിം, KM പ്രകാശ്, EV സുരേന്ദ്രൻ, സജീവരത്നം, മൊയ്തീൻ ഷാ എന്നിവർ പങ്കെടുത്തു. CPI കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ MLAയും CPI നേതാവുമായ E ഗോപാലകൃഷ്ണൻ മേനോൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ VK രാജൻ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് BR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KG ശിവാനന്ദൻ മലബാർ കലാപം 100 വർഷം പഠനവും പാഠവും എന്ന വിഷയത്തിൽ സംസാരിച്ചു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി TN വേണു അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മണ്ഡലം കമ്മിറ്റി അംഗം MN രാമകൃഷ്ണൻ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMSന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ ധർണ നടത്തി. വിലവർദ്ധനവും നാണയപ്പെരുപ്പവും നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടികൾ സ്വീകരിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയിൽ ഉൾപ്പെടുത്തുക, എല്ലാ വിഭാഗം തൊഴിലാളികളുടെയും ജോലിയും കൂലിയും സംരക്ഷിക്കുക, കേരളത്തിലെ കോവിഡ് വ്യാപനം തടയാൻ സത്വര നടപടികൾ എടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BMS നഗരത്തിൽ ധർണ നടത്തിയത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ BMS ജില്ലാ ഖജാൻജി സേതു തിരുവെങ്കടം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ട്രേഡ് യൂണിയൻ എന്ന നിലയ്ക്ക് ഭാരതീയ മസൂർ സംഘമായിട്ട് ദൗത്യമേറ്റെടുത്തുകൊണ്ട് പ്രതിഷേധിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പുമായി രംഗത്ത് വന്നത്. ഭാരതീയ മസൂർ സംഘത്തിന്റെ ആശയവുമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തൊഴിലാളികളുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് പ്രതിഷേധിക്കാനുള്ള സാഹചര്യത്തെ പൂർണ്ണമായി തള്ളിക്കളയാൻ ഭാരതീയ മസൂർ സംഘം തയ്യാറല്ല. ആശയപരമായി എല്ലാ കാരണങ്ങളാലും യോജിക്കുന്നുണ്ടെങ്കിലും ചില നടപടികളോട് ഞങ്ങൾ ഭാരതീയ മസൂർ സംഘത്തിന് കേന്ദ്ര സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തെ ഞങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ് സമാധാനപരമായ ഒരു സമരത്തിലൂടെ ഭാരതീയ മസൂർ സംഘം മുന്നോട്ട് പോകാൻ തീരുമാനം. രാധാകൃഷ്ണൻ, ഹാരിസ്, ദീപ രാജേന്ദ്രൻ, വിനോദ്, ശ്രീജിത്ത്, അനിൽകുമാർ, ലാൽ എന്നിവർ സംസാരിച്ചു. CITU കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ അംഗവുമായ എളമരം കരീം ഓഫീസിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു.
ഏരിയ പ്രസിഡന്റ് മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി UP ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA ചടങ്ങിൽ ആദരിച്ചു. CPM ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ, ഏരിയ സെക്രട്ടറി AS സിദ്ധാർത്ഥൻ, CM സഫീർ, PJ ജോസി എന്നിവർ പങ്കെടുത്തു. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പുത്തൻ തിളക്കമേകാൻ ഗോൾഡൻ മെയ്ഡ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ ആൻഡ് ക്ലിനിക് ചന്ദ്രാപിന്നിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇരുപത് വർഷത്തെ പാരമ്പര്യത്തിന്റെ മികവോടെയും നൂതന സംവിധാനങ്ങളുടെ പുത്തൻ അകമ്പടിയോടും കൂടിയാണ് ഗോൾഡൻ മെയ്ഡ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ ആൻഡ് ക്ലിനിക് ചന്ദ്രാപിന്നിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ചന്ദ്രാപിന്നി ചാമക്കാല റോഡിൽ KKN കോംപ്ലക്സിൽ ആരംഭിച്ച ഗോൾഡൻ മെയ്ഡ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ ആൻഡ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ നിർവഹിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഭദ്രദീപം കൊളുത്തി. ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TN അജയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK ഫൽഗുണൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന വിശ്വൻ, CPM ഏരിയ കമ്മിറ്റി അംഗം VK ജ്യോതിപ്രകാശ്, കേരള പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി TS ശ്രീരാജ്, CDS ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദ്, യുവകലാസാഹിതി മണ്ഡലം സെക്രട്ടറി സോമൻ താമരക്കുളം, CPI ചന്ദ്രാപിന്നി ബ്രാഞ്ച് സെക്രട്ടറി B ഉദയകുമാർ, സ്ഥാപന ഉടമകളായ ദീപ സന്തോഷ്, സന്തോഷ് തോട്ടാരത്ത്, വ്യാപാരികൾ, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മളുടെ 20 വർഷമായി ഈ ഫീൽഡിൽ പ്രവർത്തിച്ചു വരുന്ന ഗോൾഡൻ മെയ്ഡ് എന്ന സ്ഥാപനം നമ്മളിപ്പോൾ പുതിയ ആധുനിക രീതിയിലുള്ള എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ചന്ദ്രാപിന്നിയിൽ പുതിയതായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഇന്നത്തെ ബ്യൂട്ടി ആവശ്യമുള്ള എല്ലാവിധ സൗകര്യം സ്കിന്നിനും ഹെയർ സ്കിന്നിന് എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ ലഭ്യമാണ്. അതുപോലെ പുതിയ തരത്തിലുള്ള HD മേക്കപ്പ്, എയർ ബ്രഷ് മേക്കപ്പ്, അതുകൂടാതെ സാധാ രീതിയിലുള്ള മേക്കപ്പുകളും എല്ലാ തരക്കാർക്കും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ പരിചയസമ്പന്നരായ പ്രൊഫഷണലുകളുടെ സാങ്കേതിക പരിജ്ഞാനവും കരവിരുതും ഒത്തുചേർന്ന തികവാർന്ന പരിചരണം സ്ഥാപനം ഉറപ്പു നൽകുന്നു. ബ്രൈഡൽ മേക്കപ്പിനായി സ്പെഷ്യൽ പാക്കേജുകൾ ലഭ്യമാണ്. കൂടാതെ എയർ ബ്രഷ് മേക്കപ്പ്, HD മേക്കപ്പ്, എല്ലാവിധ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റുകളും ഇവിടെ ലഭ്യമാണ്. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കയ്പമംഗലം, കാളമുറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർപ്പ് അവണിശ്ശേരിയിൽ അച്ഛനെയും അമ്മയെയും മകൻ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രഭൂമി അന്യാധീനപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ ലോകമെമ്പാടുമുള്ള ദേവീഭക്തരെ അണിനിരത്തി പ്രക്ഷോഭം നടത്തുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല. വൃക്കരോഗികൾ സമൂഹത്തിൽ ഏറ്റവും വേദന അനുഭവിക്കുന്നവരാണെന്നും അവരെ സഹായിക്കുന്നത് ദൈവികമായി പുണ്യകർമ്മമായി മാത്രമേ കാണാൻ കഴിയൂ എന്നും TN പ്രതാപൻ MP. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.